അപ്പൊ നമുക്ക് അടുത്ത പെർഫോമൻസിലേക്ക് പോവാം. അതിനു മുന്നേ ഞാൻ എന്റെ ഒരു സന്തോഷം ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് കേൾക്കാൻ റെഡിയാണോ? റെഡിയാണ്. നമ്മള് ഒരു സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ അവിടെ നമുക്ക് പ്രിയപ്പെട്ട ആൾക്കാരെ അവരവിടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കണ്ടിട്ടല്ലേ പോവുള്ളൂ. അങ്ങനെ ഞാൻ ഈ അടുത്ത് ചെന്നൈയിൽ പോയി. അപ്പൊ ഞാൻ ചെന്നൈയിൽ പോയാൽ നമ്മൾ ഒരാളെ കാണാതെ പോയാൽ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ കുറെ ദൃശ്യങ്ങൾ കാണാൻ ഇടയായി. അതെ, അപ്പൊ ഞാൻ ആരെയായിരിക്കും കണ്ടിട്ടുണ്ടാവാ? ശരത് സാറിനെ. അപ്പൊ സാറ് ഫ്രീ ആയിരുന്നു. ഞാൻ പോയ ദിവസം സാറ് ഫ്രീ ആയിരുന്നു. അപ്പൊ നമ്മൾ കാണാം എന്നൊക്കെ തീരുമാനിച്ചു. എന്നെ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകാന്നും പറഞ്ഞ് സാർ ഒരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്ത് കൊണ്ടുപോവാ. അപ്പൊ ഞാൻ ഒരു ഫ്ലാറ്റിന്റെ ഒക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകും. അപ്പൊ ഞാൻ ചോദിച്ചത് എവിടെയാ സാർ, ഇനി എന്നെ വീട്ടിൽ കൊണ്ടുപോകണോ? ഇതുവരെ വീട്ടിൽ കൊണ്ടുപോയിട്ടില്ല, അടുത്തോടെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെന്നു, ഡോറിൽ ബെല്ലടിച്ചു. അപ്പോ ഒരു തമിഴ് ചേച്ചി വന്നിട്ട് ഡോറ് തുറന്നു. അപ്പൊ സാറ് ഭയങ്കര എപ്പിടി ഇருக்கு, നല്ല ഇറക്കാ, കൊഞ്ചം മാറുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് കേറുവാ. അപ്പൊ ഞാൻ സാറിന്റെ വീട് തന്നെ എന്നും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കേറി ചെന്നൊരു ഡോർ അങ്ങ് തുറന്നപ്പോ നമ്മുടെ ശ്യാം സാറ്. ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അപ്പൊ ശ്യാം സാറിനെ കണ്ടു, നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായി. ഭയങ്കര സന്തോഷമായിരുന്നു. അടുത്തിരുന്ന് കുറച്ചു നേരം സംസാരിച്ചു. സാറ് പറഞ്ഞു നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ട്, എന്റെ ആങ്കറിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന്. സാർ ഇത് കാണില്ല എപ്പോഴും പരിപാടി. പിന്നെ അതുപോലെ ശ്യാം സാറ് കുറെ പിടിച്ചു വെച്ച് അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു. അതെ, കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, കുറെ ഉപദേശിച്ചു, ബ്ലെസ്സിംഗ് ഒക്കെ കിട്ടി. സോ ഹാപ്പി. യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പെർഫോമൻസിലേക്ക് പോവാം. മലയാളം പെപ്പി സോങ്സ് റൗണ്ടിൽ പാടാൻ വരുന്നു കീർത്തി. वक्त है कमो अनान में ले 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 കണ്ണിലെ കണ്ണിലെ മൈ എഴുതണ കണ്ണിലെ കാത്തു വെക്കും കിസ് പറഞ്ഞോള്
വെരി നൈസ്. താങ്ക് യു മാം. കീർത്തി, യെസ്, കിട്ടിലൻ പെർഫോമൻസ്. Thank you. എന്താ ഡാൻസ്. ലാസ്റ്റ് ടെൻഷൻ ആയി പോയി, ഡാൻസ് കളിച്ച് ഇനി പാട്ട് കെതച്ചു പോവോന്ന്. ഇല്ലില്ല. ഓക്കെ, അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇല്ല, എന്താ ഇല്ല. എനർജി ആയിട്ടാ ഡാൻസ് കളിച്ചേ? പഠിച്ചിട്ടുണ്ടോ കീർത്തി? ഡാൻസ് പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ സാറ് കഴിഞ്ഞ റൗണ്ടിൽ പിയാത്തു പാടിയ സമയത്ത് സാറ് പറഞ്ഞു ഒട്ടും എനർജി ഇല്ല, അതിന്റെ ഫീല് വന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് കാണിച്ചു കൊടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. അത് കാണിച്ചു കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ സാറാണോ? അതെ, വാട്സ് അത് ട്രോളാക്കി ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. അതിന് 100 സംതിങ് കെ വ്യൂവേഴ്സും ഭയങ്കര ലൈക്കും ഒക്കെ ആയിരുന്നു. ചോദിക്കാം. ഷാനിക്ക. കീർത്തി ഓ സർ, സൂപ്പർ ആയിരുന്നു. താങ്ക് യു സർ. ഈ പാട്ട് എന്ന് പറയുന്നത് അതിന്റെ സംഗതികൾ എന്നുള്ളതിനേക്കാളും ഉപരി അതിന്റെ ആ ഒരു പെർഫോമൻസ്, ആ ഒരു ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവാന്നുള്ളതാണ്. അടിപൊളിയായിരുന്നു കീർത്തി. എനിക്കൊന്നും ഇങ്ങനത്തെ ഒരു കീർത്തിയെ നമ്മളിവിടെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലേ? അതിന് ഞാനാണ് കാരണമെന്നും പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞ എത്രയോ നല്ല കാര്യങ്ങളുണ്ട്, അതൊന്നും ഇല്ലാത്താലേ. പിന്നെ ലിറിസിസ്റ്റ് ഒരാളുകൂടി ഉണ്ട്. അറബ് ഉണ്ടല്ലോ ഇതില്. അത് ആരാണ്? ഞാൻ കണ്ടില്ല സർ. ഡോക്ടർ നൂറ അൽ, പിന്നെ വായി വരത്തില്ല, മർസൂഖി. അതൊക്കെ നോക്കി വെക്കണം. അന്തക്കാലം ഹരിനാരായണൻ എഴുതത്തില്ല അറബ്, ഉറപ്പായിട്ട് അല്ലേ? അതെ. ഡോക്ടർ നൂറ അൽ മർസൂഖി ആണ്. അൽ മർസൂഖി, മർസൂഖി അവരാണ് അതിന്റെ അറബ് ലിറിക് എഴുതിയത്. ഇറ്റ് വാസ് ഓൾ ഗുഡ്. നന്നായിട്ട് പാടി, നന്നായിട്ട് ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കി. ഞാൻ പറഞ്ഞില്ലേ, ആ തുടക്കം തൊട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം, ആ ഒരു പെർഫോമൻസ് ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ആയിരുന്നു. കേട്ടോ കീർത്തി, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ശരത് സർ. കീർത്തി. ഓ സർ. അസാധ്യം. താങ്ക് യു സർ. അവള് ചാടുന്നു. താങ്ക് യു സർ. അസാധ്യം. പാട്ടിന് വേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകും, അതാണ് വേണ്ടത്. പറയാതിരിക്കാൻ പിന്നെ നമ്മുടെ കോറസ് അതിമനോഹരായിരുന്നു. എല്ലാവരും ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു സർ. ബ്യൂട്ടിഫുൾ. താങ്ക് യു ശരത് സർ. ചേച്ചി കീർത്തിക്കുട്ടി ഓ സുന്ദരിയായിട്ടുണ്ട്. നല്ല രസമുണ്ട്. നല്ലോണം എഫേർട്ട് എടുത്തിട്ടുണ്ട് മഞ്ജു ചേച്ചി. ആ പടത്തിൽ എങ്ങനെയാണോ ഡ്രസ് ചെയ്തത് അതുപോലെ ആക്കിയെടുക്കാനൊക്കെ സ്കേർട്ടിന് വേണ്ടി കുറെ ബുദ്ധിമുട്ടിയല്ലേ? ഒരുപാട്. എന്തായാലും നല്ല നല്ല സുന്ദരമായിട്ട് പാടുകയും ചെയ്തു. ശരിക്കും കീർത്തി ആ പാട്ടിലോട്ട് ഇറങ്ങി ചെന്നു എന്ന് വേണം പറയാൻ. കാരണം ആ ഡാൻസ് മൂവ്മെന്റ്സും ഞാൻ ആദ്യം വിചാരിച്ചു ഇത്രയും ഹെവി ആയിട്ടുള്ള സ്റ്റെപ്പ് ചെയ്തിട്ട് ആള് കിതയ്ക്കോ പാടാൻ പോകുമ്പോഴത്തേക്ക് ഇല്ല. പക്ഷെ അവിടെ എനിക്ക് ആ മോളുടെ ടോൺ ഇസ് വെരി ബ്യൂട്ടിഫുൾ. യു ഹാവ് എ വണ്ടർഫുൾ ടോൺ. ഈ നമ്മൾ അറബിക് സോങ്സ് ഒക്കെ പാടുമ്പോഴത്തേക്ക് നമുക്കൊരു ഓപ്പൺ വോയിസ്, ഓപ്പൺ സിംഗിങ് ഉണ്ട്. അപ്പം അതിന് നല്ലോണം ചേരുന്നുണ്ട് വോയിസ്. എനിക്ക് ആ പല ഭാഗങ്ങളിലും ആ അറബ് പോർഷൻസ് പാടുന്നതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ക്ലാരിറ്റി, സ്ട്രെങ്ത് ഉണ്ട് വോയിസിന്. അതാണ് ആവശ്യം. വോയിസിന് ഒരു ശക്തി വേണം, അതുണ്ടായിരുന്നു ത്രൂ ഔട്ട് ദ സോങ്. എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. ആരായിരുന്നു ഇതിന്റെ കൊറിയോഗ്രാഫർ, ഡാൻസ് കൊറിയോഗ്രാഫർ സിനിമയില്? പ്രഭുദേവ സർ. എനിക്ക് നല്ല ഒരു ഓർമ്മയുള്ള ഒരു സംഭവമാണ് ഈ. കാരണം ഈ പടത്തിനകത്ത് ഞാനും വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ, ഞാനും പാടിയിട്ടുണ്ട് ഇതില്, ഈ ഒരു പടത്തില്. അപ്പൊ ഇത് ആ സമയത്ത് ഇങ്ങനെ ഈ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന ആ ചർച്ചകളിലൊക്കെ നമുക്കത് ഇങ്ങനെ വരും. അപ്പൊ അതൊക്കെ കേൾക്കാം. ഇങ്ങനെ പ്രഭുദേവ സാറാണ് അത് കൊറിയോഗ്രാഫി ചെയ്യുന്നത് എന്നൊക്കെ. അപ്പം പിന്നെ പാട്ട് ജനങ്ങളെല്ലാം ഏറ്റെടുത്ത് ഒരു സൂപ്പർ ഹിറ്റ് ആക്കിയ ഒരു പാട്ടാണ്. സോ ഓൾ ദ വെരി ബെസ്റ്റ് മോളു. ഫാന്റാസ്റ്റിക്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ചേച്ചിയുടെ പാട്ടൊരു 2 ലൈൻസ്. നമ്മളതൊരു കണ്ണൂർ സ്ലാങ്ങില് പാടിയൊരു സംഭവമാണ്. ഓക്കെ. വടക്ക് തെക്കുള്ള ബെടക്ക് ചക്കന്റെ പൊരക്കകത്ത് നീ കറീന, മുഖത്ത് മുത്തണ കണക്ക് ബക്കണ കടക്കകത്ത് നീ പോയിന. വടക്ക് തെക്കുള്ള ബെടക്ക് ചക്കന്റെ പൊരക്കകത്ത് നീ കറീന, മുഖത്ത് മുത്തണ കണക്ക് ബക്കണ കടക്കകത്ത് നീ പോയിന. കൗമാര കടന്നല് കവിളത്ത് കടിച്ചപ്പോ 16 തികഞ്ഞത് കണ്ടീന. ഇരുമിഴിക്കരികത്ത് മിഴിച്ച പുഞ്ചിരിയൊന്ന് ഷർബത്തിൻ നിറമൊന്ന് ചൂടീന. വടക്ക് തെക്കുള്ള ബടക്ക് ചക്കന്റെ പൊരക്കകത്ത് നീ കറീന, മുഖത്ത് മുത്തണ കണക്ക് പക്കണ കടക്കകത്ത് നീ പോയിന. അങ്ങനെ ഒരു കണ്ണൂർ സ്റ്റൈൽ ഒരു പാട്ട്. ഓക്കെ, താങ്ക് യു ചേച്ചി. താങ്ക് യു. ഓക്കെ, അപ്പൊ ഇനി മാർക്സ് ചോദിക്കാം.
ഷനിക. കീർത്തി യെസ് സർ. 9. താങ്ക് യു സർ. താങ്ക് യു ഷനിക. ശരത് സർ. എന്താ പാറു? മാർക്ക്. 9 marks. താങ്ക് യു ശരത് സർ. ചേച്ചി. കണ്ണില് കണ്ണില് നീല നില കണ്ണില് കാത്തു നിൽക്കാൻ കിസ്സ പറഞ്ഞോള്. ഓക്കെ, സോ ടോട്ടൽ 18 മാർക്സ്. താങ്ക് യു. ഓ സൂപ്പർ. ഓക്കേടാ. താങ്ക് യു ചേച്ചി. സൂപ്പർ സ്റ്റാർ.